ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ രുചികരമായ കാരമലൈസ്ഡ് ബനാന കേക്കാണ്. ഇതിനായിക്കൊണ്ട് നമുക്ക് ഓവൻ ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എളുപ്പത്തിൽ അടുപ്പിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് പറയാം. 3 കോഴിമുട്ട വേണം. റൂം ടെമ്പറേച്ചറിൽ 1 ഗ്ലാസ് പാല്. ഞാൻ ചെറിയൊരു ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത്. ഒരു 150 മില്ലി കാണും. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 കപ്പ് മൈദ, 1/2 കപ്പ് ഷുഗർ, പിന്നെ 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ, 1 ടീസ്പൂൺ വനില എസൻസ്, 1 ടീസ്പൂൺ വിനീഗർ അല്ലെങ്കിൽ 2 ടീസ്പൂൺ തൈര്, 2 നുള്ളു സോൾട്ട്, 3 നേന്ത്രപ്പഴം, പിന്നീട് 3 ടേബിൾ സ്പൂൺ ഗീ വേണം. പിന്നെ തവയിലേക്ക് വിതറി കൊടുക്കാൻ ഒരു 3 ടീസ്പൂൺ ഷുഗർ വേണം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഈ കേക്കിന് വേണ്ടത്. ഈ ബനാനയൊക്കെ കട്ട് ചെയ്ത് വെക്കണം. ആദ്യം തന്നെ കേക്കിന് വേണ്ടുന്ന ബാറ്റർ റെഡിയാക്കുകയാണ്. ഒരു മിക്സി ജാറിലേക്ക് എല്ലാം ഇട്ട് നമുക്ക് ക്രമത്തിൽ അടിച്ചെടുക്കാം. ഷുഗർ ആദ്യം പൊടിച്ചെടുക്കുക. അതിലോട്ട് 3 മുട്ട, അതായത് എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് അതും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എഗ്ഗും ഷുഗറും ബീറ്റ് ചെയ്തെടുത്തു. അതിലോട്ട് തന്നെ നമ്മൾ മിൽക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. 1/2 കപ്പ് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ്, 2 നുള്ളു ഉപ്പും 1 ടീസ്പൂൺ വിനീഗറും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്തെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ച ശേഷം അതിലോട്ട് ബേക്കിംഗ് പൗഡർ ചേർത്ത് അരിച്ചെടുത്ത മൈദ, 1 കപ്പ് മൈദയുണ്ട്. അത് കുറച്ചായി ഇട്ടിട്ട് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്യുക. ഈ മൈദയിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് കളറിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 നുള്ളു ഫുഡ് കളർ ചേർക്കാവുന്നതാണ്. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം. ബനാന ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഒരു ബനാന 3 പീസസ് ആയിട്ട് ചീന്തിയെടുക്കുക. നന്നായി പഴുത്ത ബനാനയാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുക. പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഉരുകി വരുമ്പോൾ അതിലോട്ട് ഒരു 3 ടീസ്പൂൺ ഷുഗർ ഇങ്ങനെ വിതറി കൊടുക്കുക. കട്ട് ചെയ്തെടുത്ത ബനാന ഷേപ്പിൽ നിരത്തി ഫില്ല് ചെയ്യുക. ഒരു പ്ലെയിൻ തവ ഞാൻ മറ്റേ അടുപ്പിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിപ്പോൾ ആ തവയെടുത്ത് ഇതിലേക്ക് വെച്ചിട്ട് ബനാന തവ അതിന് മുകളിലോട്ട് മാറ്റിയ ശേഷം അതിന് മുകളിൽ നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇനി ഗ്ലാസിൻ്റെ ലിഡ് കൊണ്ട് അടച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ഗ്യാസ് സിമ്മിലാക്കണം. എന്നിട്ട് ഒരു 20 മിനിറ്റോളം വേണ്ടി വരും. ഫ്ലെയിം കൂടിപ്പോയാൽ കരിഞ്ഞു പോകും. അതെപ്പോൾ ശ്രദ്ധിക്കണം. ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം. ഒരു ഭാഗം റെഡിയായപ്പോൾ തിരിച്ചിട്ട് കൊടുത്തു. കണ്ടില്ലേ, നമ്മുടെ ബനാനയൊക്കെ കാരമലൈസ്ഡ് ആയിട്ടുണ്ട്. അങ്ങനെ തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും വെന്തിട്ടുണ്ടെന്ന് ഞാൻ കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു. മറച്ചിട്ടാൽ അടിഭാഗം കൂടി ഒന്ന് കാണിക്കാമായിരുന്നു. അങ്ങനെ ചെയ്തതാണ്. നിർബന്ധമൊന്നുമില്ല അങ്ങനെ ചെയ്യണമെന്ന്. തിരിച്ചിടുകയാണെങ്കിൽ തന്നെ ഒരു 2-3 മിനിറ്റേ വെക്കേണ്ടതുള്ളൂ. പിന്നെ എടുത്തിട്ട് മാറ്റി തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം. ഈ ബനാന കരിഞ്ഞതൊന്നുമല്ല കേട്ടോ, കാരമലൈസ്ഡ് ആയതാണ്. നല്ല ടേസ്റ്റ് അത് കഴിക്കാൻ. ഇത് ഉണ്ടാക്കി കഴിച്ചവർക്ക് അതിൻ്റെ ടേസ്റ്റ് എപ്പോഴും നാവിൻ തുമ്പിൽ തന്നെ കാണും. എന്തുകൊണ്ടും നല്ലൊരു ടീ ടൈം സ്നാക്കാണിത്. ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ കഴിച്ച് തന്നെ നോക്കണം. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.